വാപോയ കോടാലിയാണ് സതീശനെന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് ബഹുമാനം അർഹിക്കുന്നില്ല എന്നാണ്. അദ്ദേഹം പറഞ്ഞ ഈ വാക്കുകളോട് നമുക്ക് 100% യോജിക്കാം. ബഹുമാനം അർഹിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി സതീശൻ എന്ന് വിളിച്ചത്. വി.ഡി. സതീശൻ എന്നാൽ വെറും ഡയലോഗ് എന്നായി മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും തെറി പറഞ്ഞ് ശ്രദ്ധ കിട്ടാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. പാർട്ടിയിലും മുന്നണിയിലും ഒരു വിലയുമില്ലാത്ത ആളാണ് വി.ഡി. സതീശൻ. നേർക്കുനേർ പോരാടാൻ കോൺഗ്രസ് ഇറങ്ങിയാൽ നവകേരള സദസ്സിന് ആളുകൂടുമെന്നും റിയാസ് പറഞ്ഞു. വി.ഡി. സതീശന്റെ ഈ കാട്ടിക്കൂട്ടലുകൾ എല്ലാം തന്നെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച തങ്ങളുടെ പ്രവർത്തകരെ CPM DYFI പ്രവർത്തകർ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് ഇന്നലെ സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. പിന്നാലെ സർക്കാരിനെയും മുഖ്യമന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി വി.ഡി. സതീശൻ രംഗത്ത് വന്നിരുന്നു. ഇതിനിടെ രൂക്ഷമായി തന്നെ മുഖ്യമന്ത്രിയും പ്രതികരിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തെ പിന്തുണച്ചാണ് മന്ത്രി റിയാസും രംഗത്ത് വന്നത്. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളിയെ ഇന്നലെ രൂക്ഷമായാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. വർക്കലയിലെ നവകേരള സദസ് കഴിഞ്ഞ് മടങ്ങവേ മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത് സംഘർഷത്തിന് ഇടയാക്കിയിരുന്നു. മന്ത്രി റിയാസിനു പുറമെ ശിവൻകുട്ടിയും വി.ഡി. സതീശനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇനിയും വെല്ലുവിളിക്കാനാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഭാവമെങ്കിൽ അതേ നാണയത്തിൽ വെല്ലുവിളി ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് ശിവൻകുട്ടി പറഞ്ഞു. കേരളത്തെ കലാപഭൂമിയാക്കാൻ വി.ഡി. സതീശൻ ഗൂഢാലോചന നടത്തുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കോൺഗ്രസ് ഗുണ്ടകൾ അഴിഞ്ഞാടിയത് വി.ഡി. സതീശന്റെ ഒത്താശയോടെ തന്നെയാണ്. പൊതു ഖജനാവിലുണ്ടായ നഷ്ടങ്ങളുടെ ഉത്തരവാദിയും വി.ഡി. സതീശൻ തന്നെയാണ്. മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കാൻ തക്ക പൊക്കമൊന്നും സതീശനില്ല. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ഉയർന്നു വന്ന നേതാവാണ് മുഖ്യമന്ത്രി. ജനങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും സംരക്ഷിക്കാനും വി.ഡി. സതീശൻ നേതൃത്വം വഹിച്ച ഒരു പോരാട്ടവും എടുത്തു പറയാനാകുമോ എന്നും മന്ത്രി ശിവൻകുട്ടി ചോദിച്ചു. കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെത് നിഷേധാത്മക സമീപനമാണ്. എല്ലാ വികസന പദ്ധതികൾക്കും എതിരാണ് അവർ. കേരളത്തിന്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞ കേരളീയം പരിപാടിയും കേരളത്തിന്റെ ഭാവി വികസന പ്രവർത്തനങ്ങൾ അടക്കം ചർച്ച ചെയ്യുന്ന നവകേരള സദസ്സും പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. ഐക്യ ജനാധിപത്യ മുന്നണി എന്നതിന് പകരം ബഹിഷ്കരണ മുന്നണി എന്നാണ് നല്ലത്. നവകേരള സദസ്സിന്റെ വിജയം കോൺഗ്രസ് നേതാക്കളുടെ മനോനില തെറ്റിച്ചിരിക്കുന്നുവെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.